നേരിയ പുരോഗതി ഉണ്ടെങ്കിലും MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇന്നിപ്പോൾ ആദ്യം പങ്കുവെക്കാനുള്ളത്. കാർഡിയോളജി ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ MT ഉള്ളത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് സമീർ സി മുഹമ്മദാണ്. സമീർ, വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ആദ്യത്തെ ഒരു വളരെ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു കാരശ്ശേരി മാഷൊക്കെ കണ്ടിട്ട് പുറത്തു വന്ന് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഒരു നേരിയ പുരോഗതി കാണിക്കുന്നു. എന്നാലും സ്ഥിതി ഗുരുതരമാണെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ, സാഹിത്യകാരൻ, അവസ്ഥ എങ്ങനെയാണ്? വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. നമ്മുടെ പ്രിയപ്പെട്ട വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കാര്യമായ പുരോഗതി ഉണ്ട് എന്ന കാര്യമാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇന്നലെ 2 മെഡിക്കൽ ബുള്ളറ്റിനുകൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി പുറത്തുവിട്ടിരുന്നു. ആ 2 മെഡിക്കൽ ബുള്ളറ്റിനുകളിലും മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്ന കാര്യമാണ് വ്യക്തമാക്കിയിരുന്നത്. ഒപ്പം തന്നെ പ്രിയ MTയെ കണ്ട ശേഷം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. സംവിധായകൻ ജയരാജ്, അതുപോലെ തന്നെ P നന്ദകുമാർ MLA, ഒപ്പം സാഹിത്യകാരൻ, കവിയും എഴുത്തുകാരനുമായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ ഉൾപ്പെടെ MTയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വലിയ ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഉണ്ട് എന്ന കാര്യമാണ് ഇവരെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നത്. കണ്ണുകൾ തുറക്കുന്നുണ്ട്, ഒപ്പം തന്നെ കൈകാലുകൾ ചലിപ്പിക്കുന്നുണ്ട്. അത് വലിയ ഒരു ശുഭസൂചനയായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അതിനുള്ള പ്രാർത്ഥനയിലാണ് മലയാളക്കര ഒന്നാകെ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് സ്തംഭനമുണ്ടായതാണ് ആരോഗ്യനില വഷളാവാൻ കാരണം. അതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് വലിയൊരു ആശങ്കയ്ക്കിടയാക്കുകയും അതിന് പിറകെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, മന്ത്രിമാരും അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും അദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ തന്നെയാണ് മലയാളികൾ മുന്നോട്ട് പോകുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന. അതെ, എന്തായാലും MT തിരികെ ആരോഗ്യത്തോടുകൂടെ വരട്ടെ. ഇനിയും ആ തൂലികയിൽ നിന്നും കൂടുതൽ സുവർണ അക്ഷരങ്ങൾ ഉതിർന്നു വരട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്.